സോ എനിക്ക് കാലില്ല. Why am I doing Tamil? Oh yes, it's coming. I missed it. Yeah, you missed it already. Oh. So today we're going to go To Fort Worth, miniature train ride. How did we come to know about this? Because we saw it in Amma's phone. Let's get started. അപ്പോൾ വെൽക്കം ടു ദി വെരി ഫസ്റ്റ് വ്ലോഗ് ഇൻ എൽസ്വേൾഡ് ഡൺ ഇൻ മലയാളം. എന്തുകൊണ്ട് മലയാളം എന്ന് വെച്ചാൽ കുറേ ദിവസമായി ഞാൻ ഈ വീഡിയോ ചെയ്യണോ വേണ്ടിയോ എന്ന് വെച്ചാൽ എൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഏത് ഭാഷ സംസാരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ചിലപ്പം വിചാരിച്ചു തമിഴ് ചെയ്യാം, പിന്നെ ഇതിനകത്ത് ഇംഗ്ലീഷ് ചെയ്യാം, പിന്നെ ശരി എന്നാൽ പോട്ടെ നമുക്ക് മലയാളത്തിൽ ചെയ്യാം, അന്നെങ്കിലും ഒരു കണ്ടിന്യൂറ്റി കിട്ടുമല്ലോ എന്നോർത്ത്. അപ്പോൾ അവസാനം ഞാനിത് ഫിക്സ് ചെയ്തു മലയാളം എന്നുള്ളത്. ഇനിയിപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വേഗം നമുക്ക് ഇതിൻ്റെ ഈ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്നുള്ളത് ഞാൻ പറയാം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ചുമ്മാ ഇരുന്നുകൊണ്ട് ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ തൊട്ടടുത്തുള്ള ഡിസ്റ്റൻസിൽ കവർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സ്ഥലമോ വാട്ടർഫോളോ ഇങ്ങനെ പാർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാമെന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പർട്ടിക്കുലർ സ്പോട്ട് കണ്ടു നിട്ടത്. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 45 minutes ഡ്രൈവ് ഉണ്ട്. ആൻഡ് ഫോർട്ട് വർത്ത് ഈസ് ഓൾസോ നോൺ ഫോർ ബാർബിക്യൂ. ഓക്കെ, ടെക്സസ് എന്ന് പറയുമ്പോൾ തന്നെ US എന്ന് പറയുമ്പോൾ തന്നെ ബാർബിക്യൂ ആണ് ഫേമസ്. അതിൽ ടെക്സസ് ആണ് ലീഡർ ഇൻ ബാർബിക്യൂ. ഓക്കെ, ഫോർട്ട് വർത്ത് ആണ് അതിൻ്റെ പ്രൈം സെൻറ്റർ. അപ്പോൾ ഇതേവരെ ഞങ്ങൾ ഫോർട്ട് വർത്തിൽ ബാർബിക്യൂ ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഏറ്റവും നല്ല ഒരു ബാർബിക്യൂ ട്രൈ ചെയ്തത് ഒരു തവണ അർക്കാൻസോയിൽ പോയപ്പം ഓൺ ദ വേ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് അല്ല, ഇറ്റ്സ് ലൈക്ക് ഡൈനർ ആണെന്ന് തോന്നുന്നു. വെരി നൈസ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കൊള്ളാവുന്ന ബാർബിക്യൂ കഴിച്ചത്. ഈ ബാർബിക്യൂ കൊള്ളാവോ ഇല്ലയോ എന്ന് പോലും പറയാൻ അത്രയൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും ഗ്രീസി അല്ലായിരുന്നു, കൊള്ളാവുന്ന ഒരു ബാർബിക്യൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫോർട്ട് വർത്തിൽ പോവുകയാണെങ്കിൽ ശരി ലഞ്ച് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം എന്ന് വെച്ച് തീരുമാനിച്ചു. ഒരു ഹാഫ് ഡേ എക്സ്കേർഷൻ പോലത്തെ ഒരു ഐഡിയ ആയിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ സംഭവം ഫോർട്ട് വർത്ത് സൂവിൻ്റെ അടുത്താണെന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇത് മുമ്പ് അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് മേ ബി സൂം കൂടി കവർ ചെയ്യാമായിരുന്നു. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു, ഒരു രക്ഷയില്ല ചൂട്. ഓക്കെ, ഒരു 36 degrees ഒക്കെ ആയിരുന്നു അന്ന്. പിന്നെ പൊതുവെ ഇവിടെ സമ്മറിൽ നമുക്ക് ചൂടെന്ന് വെച്ചാൽ കാറ്റില്ല. നമ്മുടെ ശരീരത്തിൽ സൺസ്ക്രീൻ ഇടാണ്ട് എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഏരിയാസ് എല്ലാം തന്നെ ഇങ്ങനെ ഒരു ബേൺഡ് ലുക്ക് വരുവേ, ശരിക്കും ബേൺട്ടായിട്ട്. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ ആ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ കാർഡ് എടുക്കുക, കാർഡ് ടോപ്പപ്പ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ ടിക്കറ്റ് പാക്കേജസ്. നമുക്കിവിടെ കാണാം ടിക്കറ്റ് പാക്കേജസ്. പിള്ളേർക്കും സീനിയർ സിറ്റിസൻസിനും ഒക്കെ $8 ആണ്. 2 വയസ്സിന് താഴെ ഉള്ളവർക്ക് ഫ്രീ ആണ്. പിന്നെ അഡൾട്ട്സിന് $10 ആണ്. ഓക്കെ, ഈ സംഭവം നടക്കുമ്പം ഐ തിങ്ക് ഒരു 12:30 ആയി, 12:30യോ 12:30 ആയി കാണും. ഇവിടെ 20 minutes നമ്മളിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം നിന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഒരു ഓഡിയോ മെസ്സേജ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ റൈഡ് എത്ര സമയമെടുക്കും, എത്ര ദൂരമുണ്ട്, ഇതിൻ്റെ കുറച്ച് ഹിസ്റ്ററിയൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആ ട്രെയിൻ ദൂരേന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി. അവൻ്റെ വിചാരം ഇപ്പം ആ ട്രെയിൻ ഇവിടെ എത്തും, ആൾക്കാരൊക്കെ ഇറങ്ങി നമ്മൾ അവിടെ കയറാൻ പോകും. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. ട്രെയിൻ വന്നു, ട്രെയിൻ പോയി. ആക്ച്വലി ഇത് ഒരു ലൂപ്പാണല്ലോ, ഇതൊരു 5 mile ട്രിപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ വരുന്ന ട്രെയിൻ ഇവിടെ കുറച്ച് മുമ്പോട്ടും കൂടി പോയിട്ട് ഒരു ഡിറ്റോർ എടുത്തിട്ട് ഒരു യു ടേൺ എടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം അന്നേരമാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ. സോ ഇതാണ് സംഭവം. ഇത്രയും മിനിയേച്ചർ ആയിരുന്നു ആ ടോയ് ട്രെയിൻ. പക്ഷെ ഈ കുഞ്ഞു പിള്ളേർക്ക്
ഭയങ്കര രസമായിരിക്കും. വെച്ചാൽ ഇത് ട്രെയിനിൽ പോയ പോലെയുണ്ട്, ബ്രിഡ്ജൊക്കെ കയറും, വെള്ളം കാണാം, ട്രീസ് ഉണ്ട്, അങ്ങനെ നല്ലൊരു ഒരു കുറച്ചും കൂടി വെതർ കുറച്ച് കൂളായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് നല്ല നല്ല ചൂടായിരുന്നു കേട്ടോ, രക്ഷയില്ലാത്ത ചൂട്. ട്രെയിൻ തിരിച്ചു വന്നു കേട്ടോ. ഈ ട്രെയിനിലോട്ടാണ് ഞങ്ങൾ കയറുന്നത്. ഈ ഞങ്ങളെടുത്ത കാർഡ് ഇവിടുത്തെ ടിക്കറ്റ് ഇൻസ്പെക്ടേഴ്സ് വന്ന് അവർ QR കോഡ് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് എവിടെ വേണമെങ്കിലും ഇവിടെ ഇരിക്കായിരുന്നു. ഓക്കെ, അങ്ങനെ പർട്ടിക്കുലർ സീറ്റ് നമ്പർ ഒന്നുമില്ല. എനിബഡി ക്യാൻ സിറ്റ് എനിവേർ ദേ വാണ്ട്, പ്രൊവൈഡഡ് 2 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ ഒരു റോയിൽ. പിള്ളേരൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് പിടിച്ചിരിക്കാൻ പറഞ്ഞു, ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് റൈഡ് സ്റ്റാർട്ടായി. ഈ റൈഡിൻ്റെ സ്റ്റാർട്ടിങ് കാണുമ്പം ഇത് ഭയങ്കര ഫുള്ള് പച്ചപ്പാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ എൻഡ് ആകുമ്പോഴത്തേനും ഇത് കുറച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊരു പാലമൊക്കെ കടക്കാൻ തുടങ്ങി കേട്ടോ. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ആ ഫോർട്ട് വർത്ത് സൂവിൻ്റെ സൈഡിലായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഫുൾ ഗ്രീനറി ആയിട്ടിരിക്കുന്ന ഈ സ്ഥലം. ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ശരിക്കും ഏത് ട്രെയിന് നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോഴും നമുക്കൊരു ചെറിയൊരു പേടി തോന്നില്ലേ, അങ്ങനത്തെ ഒരു പേടിയായിരുന്നു എനിക്ക് ആക്ച്വലി. പണ്ടത്തെ മെമ്മറി ഓഫ് ട്രെയിൻസ് ഗോയിങ് ഓവർ ദ ബ്രിഡ്ജ് അത് ട്രിഗറായി എനിക്ക് ഇനിയും പേടിയാണ് ട്രെയിൻ ബ്രിഡ്ജിൽ കൂടെയൊക്കെ പോകുമ്പം. ബിക്കോസ് മൈൻഡ് അങ്ങനെ വർക്ക് ആവുകയാണ്, എന്താണെന്നറിയത്തില്ല. കൊള്ളാം. ഇത് അയാൾ പറഞ്ഞത് ഒരു 5 ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാൻ എണ്ണിയപ്പം എനിക്ക് 4 എണ്ണവേ കിട്ടിയുള്ളൂ. ഇപ്പം നോക്കിയാൽ ഈ പർട്ടിക്കുലർ ടോയ് ട്രെയിൻ കാറിൻ്റെ സ്പീഡിലാണ് പോകുന്നത്. ഐ തിങ്ക് ചില സ്ഥലങ്ങളിൽ, ചില റോഡ് പാരലലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ സ്പീഡ് കുറയ്ക്കുമായിരുന്നു. ആൻഡ് പാർക്കിൻ്റെ ഉള്ളിലോട്ട് ഇവർ സ്പീഡ് പിക്ക് ചെയ്തായിരുന്നു. ഓക്കെ, റൈഡിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ കാര്യങ്ങൾ നമുക്ക് പിള്ളേർക്ക് കാണിച്ചു തരാനും പറ്റും. പിന്നെ കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ ഇപ്പം ചില പിള്ളേരുണ്ട്, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ അതെന്താ സാധനം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും എളുപ്പമാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ ഇങ്ങനത്തെ വെള്ളമൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ഫിഷിംഗ് ഈസ് എ ഹോബി. ഇവർ മീൻ പിടിച്ചിട്ട് വീട്ടിൽ പോയി പൊരിച്ച് തിന്നാറൊന്നുമില്ല. ഇവർ മീൻ പിടിച്ചിട്ട് അങ്ങനെ തന്നെ വിടും. ഇത് ഇവിടുത്തെ ഒരു ഹോബിയാണ്. ഏതെങ്കിലും വാട്ടർ സോഴ്സിൻ്റെ അടുത്ത് പോയാലും നമുക്ക് ഇങ്ങനത്തെ ചില ആൾക്കാരെ കാണാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും കുറേ ദൂരെ നിന്ന് ഒരു പർട്ടിക്കുലർ ബിൽഡിംഗ് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു, ഒരു സ്നാക്ക് സ്റ്റേഷൻ. അപ്പം ഞങ്ങൾ ഓർത്തു ഇവിടെ ചിലപ്പോൾ നിർത്തുമായിരിക്കും എന്ന് മുമ്പേ ആ ഓഡിയോ മെസ്സേജിലുണ്ടായിരുന്നു. അപ്പോൾ നിർത്തുമായിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷെ നിർത്തിയില്ല കേട്ടോ. കുറച്ച് ദൂരം കൂടി പോയപ്പം നമുക്ക് കാണാമായിരുന്നു ഇവിടെ കുറേ ഫാമിലീസ് വേറെവർ ദർ ഇസ് എ ഷെയ്ഡ്, ഒരു ടെൻറ്റൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഫാമിലീസ് അവരുടെ പിക്നിക്കൊക്കെ പോലെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ആൾക്കാർ ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഷെയർ ചെയ്ത് കഴിക്കുന്ന ആ പരിപാടിയൊക്കെ. സോ ഇതൊരു ഞാൻ ഈ പാർക്കിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടില്ല, പക്ഷേ ഇത് ട്രെയിനിൽ പോയപ്പം എനിക്ക് തോന്നുന്നു ഇത് റിയലി ഹ്യൂജ് ഒരു പാർക്കാണ് കമ്പയർഡ് ടു ദ ഏരിയ ദാറ്റ് ഈസ് നിയർ അസ്. ഇതൊരു വാട്ടർ അമ്യൂസ്മെൻറ്റ് ഏരിയ ആയിരുന്നു. ലൈക്ക് അങ്ങനെയാണ് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നിയത്. കൂട്ടം കുറവായിരുന്നു, ബിക്കോസ് ഇത് സമയം അന്നേരം 1 മണി ഒക്കെ ആയിരുന്നല്ലോ. സോ അത്രയും ചൂടത്ത് ആൾക്കാർ
ഇച്ചിരി കുറവായിരുന്നു. പിന്നെ ആ വാട്ടർ അമ്യൂസ്മെൻറ്റ് ഏരിയയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നപ്പം കുറേ കാറുകൾ കണ്ടു ഇങ്ങനെ ഒരു സ്ഥലത്തിൽ തന്നെ. നോക്കുമ്പം ആ സ്പോട്ട് ആക്ച്വലി അവിടെ ഒരു ഫാമേഴ്സ് മാർക്കറ്റാണ്. ലൈക്ക് ഇങ്ങനത്തെ ചില പോപ്പപ്പ് മാർക്കറ്റ്സ് യൂഷ്വലി വീക്കെൻഡ്സിൽ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പബ്ലിക് ഏരിയ ആണ്. അപ്പം ഇതൊന്നും നമുക്കിങ്ങനെ ആ പർട്ടിക്കുലർ ഏരിയയുടെ സ്പോട്ടിൽ പോകുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ പോപ്പപ്പ് മാർക്കറ്റ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കൂടുതലും ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. അവനൊരു അന്നാനെ കണ്ടു, അപ്പോൾ ഈ അന്നാൻ എങ്ങനെയാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത് അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു അവൻ്റെ ചോദ്യം കേട്ടോ. അപ്പം ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഒരു നല്ല ഒരു ട്രിപ്പായിരുന്നു. എനിക്ക് അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഇത് നല്ല രസമല്ലേ ഈ ബ്രിഡ്ജ് കാണാൻ. ആക്ച്വലി ഐ തിങ്ക് ഇതിൻ്റെ എല്ലാ പില്ലറിലും നല്ല രസമുള്ള പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. കാണാൻ പറ്റുന്ന ഒരു റേഞ്ച്, ഐ മീൻ ഷോട്ട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ലേഡിയുടെ ഒരു ഫേസ് ആയിരുന്നു കേട്ടോ. ഐ ഡോണ്ട് നോ അത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന്, പക്ഷേ ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ഇപ്പം ഞങ്ങൾ ആക്ച്വലി ടേൺ ചെയ്തിട്ട് ഫസ്റ്റ് സ്പോട്ട് ഞങ്ങൾ കണ്ടത് ഒരു ഡക്ക് പാർക്കായിരുന്നു. ഇതിനകത്ത് കുറേ താറാവുകളുണ്ടായിരുന്നു, വേരിയസ് അതർ ബേർഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവർ പറഞ്ഞ ഫസ്റ്റ് സ്നാക്ക് സ്റ്റോപ്പിലോട്ട് വന്നിരിക്കുവാണ്. ഇവിടെ ടാക്കോസ് ഉണ്ടായിരുന്നു, ഹോട്ട് ഡോഗ്സ്, പോപ്കോൺ, ഗേറ്ററേഡ്, ക്യാൻഡി ആപ്പിൾ. $8 നാച്ചോസ് $5. അവർക്ക് വേണ്ടത് മേടിച്ചു കൊടുക്കുക. പോയി വേഗം മേടിക്കുമ്പോ ഇന്നെത്രയായിരുന്നു? അങ്ങനെ പോപ്കോണൊക്കെ കഴിച്ച് ഒരു 10 മിനിറ്റും കൂടി ഉള്ളൂ തോന്നും കേട്ടോ ഈ റൈഡ്. പക്ഷെ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ വിശപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും അങ്ങോട്ട് ഭയങ്കര തേഴ്സ്റ്റി ആയിരുന്നു. കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വന്ന അതേ വഴിക്ക് തന്നെയാണ് പോണത്. സെയിം റൂട്ടാണ്, ജസ്റ്റ് വേറെ ഡിഫറെൻറ്റ് വ്യൂ ഒന്നുമില്ല. സോ ഇങ്ങേ സൈഡിൽ നിന്ന് അങ്ങേ സൈഡിൽ നിന്ന് ഒരേ ട്രാക്കാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് വന്ന അതേ ബ്രിഡ്ജിലോട്ട് തിരിച്ച് നമ്മൾ റിട്ടേൺ ചെയ്യുവാണ്. മരങ്ങളെ ഇത് ഫോറസ്റ്റ് ശരിക്കും അങ്ങനെ ഞങ്ങൾ നിന്ന പോലെ കുറേ പേരും കൂടി അടുത്ത ട്രെയിൻ റൈഡിന് വേണ്ടി ഇവിടെ ക്യൂ ഫോം ചെയ്തിരിക്കുവാണ്. ഓക്കെ, അപ്പം ഇപ്പം പോകുമ്പം ഇപ്പം കാണാൻ നമുക്ക് ഓൾറെഡി ഒരു 10 to 12 ഫാമിലീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേനും ആ ക്യൂ ഫുള്ളായിരുന്നു. അങ്ങനെ ആ ലൂപ്പും കൂടി ഞങ്ങൾ എടുത്ത് ടേൺ എടുത്ത് ഇപ്പം ഞങ്ങൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത സ്പോട്ടിൽ തന്നെയാണ് തിരിച്ച് പോകാൻ പോണത്. അതിൻ്റെ ആ വലിയ ടേൺ ആണ് ഇപ്പോൾ അറൗണ്ടാണ് നമ്മൾ കാണുന്നത്.
അങ്ങനെ ആ റൈഡ് കഴിഞ്ഞു. അടുത്ത റൈഡിലോട്ട് കയറാനുള്ള ആൾക്കാരും കൂടി എത്തി. പാർക്കിംഗ് ലോട്ടൊന്നും ഞാൻ കണ്ടില്ല, ലൈക്ക് റാൻഡംലി ആൾക്കാർ ഇങ്ങനെ പാർക്ക് ചെയ്തുമായിരുന്നു. സോ നെവിൻ എങ്ങനെ ഉണ്ടായിരുന്നു? നീ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നോ? നിനക്ക് ഉത്തരം പറയാം. നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? എടി ഉത്തരം പറയടി. എന്താ? ഇറ്റ് വാസ് ഗുഡ്. അപ്പൊ നമ്മൾ ഇനി ഇപ്പൊ സമയം എത്ര? 2 മണിയായി. എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മള് തിരിച്ച് പോകുകയാണ് ഗൈസ്. എവിടെയാണ് പോകുന്നത് നമ്മള്? നമ്മളിപ്പോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമ്മള് ബാർബക്യൂ ആണ് കഴിക്കാൻ പോകുന്നത്. എന്താ നീ എന്തിനാ നീ ചിരിച്ചേ? നിവിനെ ഹാപ്പി അല്ലേ? നീ മോള് ഹാപ്പിയാണോ? അങ്ങനെ തപ്പിപ്പിടിച്ച് ഒരു ബാർബക്യൂ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഹുർട്ടാഡോ ബാർബക്യൂ. കൊള്ളാവുന്ന റേറ്റിംഗ് ആയിരുന്നു. 4.4 ഉണ്ടായിരുന്നു. സോ ഐ തോട്ട് വി തോട്ട് പോകാമെന്ന് വെച്ച് അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡിയറിൻ്റെ ഇതും കണ്ടു. പിന്നെ കൊള്ളാവുന്ന ഒരു സെറ്റപ്പ്. ആദ്യം കയറിയപ്പം ഒരു വൈബ് കിട്ടിയില്ല. നല്ല വൈബൊന്നും ഇരിക്കുന്ന റെസ്റ്റോറൻറ്റ് ചിലപ്പോൾ ഫുഡ് കൊള്ളില്ല. ഇത് ഒരു ഒത്തിരി സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു സോസേജ്, പിന്നെ ബ്രിസ്ക്കറ്റ്, പോക്ക് റിബ്സോ ആയിരുന്നു, വിത്ത് എ സൈഡ് ഓഫ് ലോഡഡ് പൊട്ടാറ്റോസ്. അപ്പോൾ ആദ്യം വിചാരിച്ചത് ഇത് മതിയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ തികഞ്ഞില്ലായിരുന്നു. ബിക്കോസ് പിള്ളേരും ഞാനും പോർക്ക് കഴിച്ചില്ല, ചേട്ടനാണ് കഴിച്ചത്. ബ്രിസ്ക്കറ്റ് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വിശപ്പ് അങ്ങോട്ട് മാറിയില്ലായിരുന്നു. സോ ഞങ്ങൾ ഒരു സൈഡും കൂടി എടുത്തു, കുറച്ച് ബ്രിസ്ക്കറ്റും കൂടി എടുത്തു. രണ്ടാമത്തെ തവണ ബ്രിസ്ക്കറ്റ് ഓർഡർ ചെയ്തപ്പം ലീൻ കട്ടാണ് മേടിച്ചത്. പക്ഷേ ഇവിടുത്തെ താരം ബ്രിസ്ക്കറ്റ് തന്നെയായിരുന്നു. ബ്രിസ്ക്കറ്റും പിന്നെ ആ സോസും ഒരു രക്ഷയില്ല കേട്ടോ. എന്നുവെച്ചാൽ ഞങ്ങൾ യൂഷ്വലി ബാർബക്യൂ സോസസ് ഭയങ്കര തിക്കായിരിക്കും, സ്വീറ്റ് ആയിരിക്കും. ഐ മീൻ കുറച്ച് സാറിനേക്കാളും കുറച്ച് സ്വീറ്റ്നെസ് ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ സോസ് ഇച്ചിരി ലിക്വിഡി ആയിരുന്നു ആൻഡ് ഹെവി അല്ലായിരുന്നു. നമ്മൾ കഴിക്കുമ്പോൾ തോറും നമ്മുടെ നാവിലോട്ട് ഇത് സ്റ്റിക്ക് ഓൺ ചെയ്തില്ലായിരുന്നു. ആൻഡ് ഈ റബ് ഓൺ ദ ബ്രിസ്ക്കറ്റ് വാസ് ടു ഗുഡ്. നമ്മളിതിന് മുമ്പ് കഴിച്ച സ്ഥലങ്ങളിൽ ഈ റബ്ബ് നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൽ ശരിക്കും ആ പെപ്പറിൻ്റെ ഫ്ലേവർ, ആ കുരുമുളകിൻ്റെ ഫ്ലേവർ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഗ്രീസി അറ്റ് ഓൾ. നമ്മളിത് കഴിച്ചിട്ട് നമുക്ക് വയറുവേദനയോ അല്ലാണ്ട് തികട്ടി ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര വെരി വെരി സോഫ്റ്റ് മീറ്റായിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചില്ല ഇത് നമ്മൾ മുമ്പ് കഴിച്ചിരുന്ന ആ ഔട്ട്ലോ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അർക്കോൺസോയിൽ, അതായിരുന്നു ടോപ്പിൽ വെച്ചിരുന്നത് നമ്മൾ. പക്ഷേ ഇത് സെക്കൻഡാണ്. ബട്ട് ദാറ്റ്സ് സ്റ്റിൽ ദി ബെസ്റ്റ്. ഇത് ശരിക്കും നല്ലൊരു ഭക്ഷണമായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു 2 മൈൽസ് അടുക്കാറാകുമ്പോഴത്തേനും പ്ലാൻ ചേഞ്ച് ആയി. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ വരുന്നത്. ആദ്യത്തെ തവണ വന്നപ്പോൾ തന്നെ കുറേ ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾക്ക്. ബിക്കോസ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ കസ്റ്റർഡ് ആപ്പിൾ ഉണ്ട്, ഫിഗ് ഐസ്ക്രീം ഉണ്ടായിരുന്നു, ട്രിപ്പിൾ ചോക്ലേറ്റ്, കേക്ക് ബാറ്റർ, പിന്നെ കോക്കനട്ട് ഐസ്ക്രീം, പിന്നെ ചിക്കു ഐസ്ക്രീം, അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. എന്താ എടുക്കണ്ടേന്നുള്ളൊരു വലിയ കൺഫ്യൂഷനിലായിരുന്നു മകൻ. അങ്ങനെ ഞാൻ സീതാപ്പഴും, നെവിൻ കുക്കീസ് ആൻഡ് ക്രീം, നിയ ചോക്ലേറ്റും, ചേട്ടായി ഗുലാബ് ജാമുനുമാണ് എടുത്തത്. ഐസ്ക്രീം പാർലറിൽ ഞാനാണ് വണ്ടി ഓടിച്ചത്. ബിക്കോസ് ചേട്ടൻ ഭയങ്കര ടയർഡായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിക്കാമെന്ന്. അങ്ങനെ ഞാൻ കാറെടുത്തു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഐ ഹോപ്പ് ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.
വീഡിയോ ലെങ്തി ആണെങ്കിൽ പ്ലീസ് പറയൂ, ഞാൻ ഷോർട്ട് ചെയ്യാൻ തരാം. പിന്നെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. സോ until next time, see you on another video. Thank you.